السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമാസന്നമാകുന്ന രോഗി, ആ രോഗിക്ക് അടുത്തുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നത്. മരണമാസന്നമായ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അതേപോലെ തന്നെ അവരെങ്ങനെയാണ് കിടത്തേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ ഫുഖഹാക്കളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. മരണവേദന കുറയുന്നതിന് വേണ്ടിയും ആശ്വാസം ലഭിക്കുന്നതിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹളർതുമുൽ മരീള അബിൽ മയ്യിത, നിങ്ങൾ രോഗിയുടെ അടുക്കൽ വന്നു അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുക്കൽ വന്നാൽ ഫഖൂലു ഖൈറൻ, നിങ്ങൾ നല്ലത് മാത്രം പറയുക എന്ന്. രോഗിയെ കാണാൻ പോയാലും രോഗിക്ക് സമാധാനം ഉണ്ടാക്കുന്ന വാക്കുകളാണ് പറയേണ്ടത്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങളാണ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്. മയ്യത്ത് നമ്മൾ മരിക്കാൻ കിടക്കുന്ന ആളാണെങ്കിലും അവിടെയും നമ്മൾ നല്ലത് പറയണം. കാരണം ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനൊക്കെ മലക്കുകൾ ആമീൻ പറയും. അപ്പൊ നമ്മളെന്താണോ ആ മരണാസന്നമാകുന്ന ആളെ കുറിച്ച് പറയുന്നത് അതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അവിടെ മലക്കുകൾ ഉണ്ടാവും, അവരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മലക്കുകൾ ആമീൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്കായിരിക്കും. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മ മാത്ത അബൂ സലമ, ഉമ്മു സലമന്റെ ആദ്യ ഭർത്താവായ അബൂ സലമ മരണപ്പെട്ടപ്പോ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ് അൽ മഖ്സൂമി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഭർത്താവ്. അദ്ദേഹം മരണപ്പെട്ടപ്പോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന അബാ സലമ മാത്ത, അബൂ സലമ മരിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖൂലി അല്ലാഹുമ്മഗ്ഫിർ ലഹു വഅഖിബ്നി മിൻഹു ഉഖ്ബ ഹസന എന്ന പ്രാർത്ഥന പറയാന് എന്നോട് കൽപ്പിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി വലഹു, അല്ലാഹു എനിക്കും അദ്ദേഹത്തിനും നീ പുറത്തു കൊടുക്കണേ. വഅഖിബ്നി മിൻഹു ഉഖ്ബ ഹസന, അദ്ദേഹത്തിന് ശേഷം ഒരു നല്ല പിൻഗാമിയെ എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ ഉമ്മു സലമ പറയാണ്, ഫഖുൽതു കമാ അമറനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച അതേപോലെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഫഅഖബനില്ലാഹു മിൻഹു മൻ ഹുവ ഖൈറും മിൻഹു, എന്റെ ഭർത്താവിനേക്കാൾ അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ അള്ളാഹു എനിക്ക് നൽകി. അതാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അബൂ സലമ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉമ്മു സലമയെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗിയുടെ അടുത്ത് വെച്ചായാലും മരണപ്പെട്ട ആളായാലും ശരി, അവിടെയൊക്കെ നമ്മൾ മയ്യത്തിന് വേണ്ടി നല്ലത് പറയാണ് വേണ്ടത്, പ്രാർത്ഥിക്കാണ് വേണ്ടത്, ദുആ ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അവിടെ വെച്ച് ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതില് പണ്ഡിത ലോകത്ത് ചർച്ചയുള്ളൊരു വിഷയമാണ്. മരണമാസന്നമായ ആളുടെ അടുക്കൽ വെച്ച്, രോഗിയുടെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതുന്നത് സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മരിച്ചതിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ് രോഗി കിടക്കുന്ന സന്ദർഭത്തിൽ, മരണമാസന്നമായ സമയത്തൊക്കെ അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ മരീദ്, രോഗിയുടെ അടുക്കൽ ഖുർആൻ ഓതുക എന്നുള്ളത് അംറൻ ത്വയ്യിബ്, നല്ല കാര്യമാണ്. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവും. മാത്രമല്ല, ഖുർആന്റെ വചനങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ആ ഖുർആന്റെ വചനങ്ങൾ അയാൾക്ക് ആശ്വാസം നൽകും, അത് അയാൾക്ക് ഉപകാരപ്പെടും. അർത്ഥമറിയുന്ന ആളാണെങ്കിൽ, അർത്ഥം അറിയാത്ത ആളാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവും.
അപ്പൊ ഖുർആൻ രോഗിയുടെ അടുക്കലാണെങ്കിൽ അത് നല്ലതാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞു അമ്മ തഖ്സീസു സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ പ്രത്യേകിച്ച് ഓതുക എന്ന് പറയുന്നത് ഫൽ അസ്ലു അന്നൽ ഹദീസ് ദഈഫുൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് ദുർബലമാണ്, ദഈഫാണ്. അപ്പൊ യാസീൻ ഓതണം എന്ന് പറയുന്നത് ശരിയായിട്ട് വന്നിട്ടില്ല. ഖുർആൻ ഓതുക എന്നുള്ളത് പൊതുവായ മൊത്തത്തിൽ രോഗിയുടെ ഖുർആൻ ശിഫ ആണ്, ഖുർആൻ ശമനമാണ്. ആ അർത്ഥത്തിൽ ഹൃദയത്തിന് ശമനം നൽകും, അതുപോലെ തന്നെ രോഗങ്ങൾക്ക് ശമനം നൽകും എന്ന അർത്ഥത്തിൽ ഓതാം. എന്നാൽ ഇമാം അഹ്മദ്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാക്കും, നിങ്ങളുടെ മരണമാസന്നമായ ആളുകളുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. പക്ഷെ ഹദീസ് ദഈഫുൻ ജിദ്ദൻ എന്നാണ് ഹദീസ് പണ്ഡിതന്മാർക്ക് അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അവിടെ യാസീൻ ഓതുക എന്നുള്ളതല്ല, ഖുർആൻ ഓതാവുന്നതാണ് രോഗിയുടെ അടുക്കൽ മരിക്കുന്നതിന് മുമ്പ്. അത് ഹദീസിൽ വന്നിട്ടുള്ള. മരിച്ചു കഴിഞ്ഞാലോ പിന്നെ ഓതിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഉമ്മു സലമക്ക് അത് വലിയ അത്ഭുതമായിട്ട് തോന്നി. കാരണം അബൂ സലമ വളരെ നല്ല സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഉമ്മു സലമ അവിടുന്ന് പറയുമായിരുന്നു, മൻ മിസ്ല അബീ സലമ, അബൂ സലമനെ പോലെ വേറെ ആരാ ഉള്ളത്? അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം സഹാബാക്കളിൽ ഉത്തമനായ നല്ലൊരാളാണ്. അപ്പൊ അദ്ദേഹം മരിച്ച ഇനി അതിനേക്കാൾ നല്ലൊരാൾ എനിക്ക് ആരാ വരാനുള്ളത് എന്ന് ഉമ്മു സലമ പറയുമായിരുന്നു എന്നാണ്. അബൂ സലമ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന് അതിൽ മുറിവ് പറ്റി, എന്നിട്ട് സുഖപ്പെട്ടു. പിന്നെ ആ മുറിവ് കാരണം തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ്. സഹാബാക്കൾ നല്ല ധൈര്യവാനും അതുപോലെ തന്നെ കുടുംബത്തിന് നല്ല ആളുമായിരുന്നു അബൂസലമ. അപ്പൊ അബൂസലമ മരിച്ചപ്പോ നബി ഇത് പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തെക്കാൾ നല്ലൊരാൾ എനിക്ക് പകരം നൽകണേ എന്ന് പറഞ്ഞപ്പോ ഇതിനേക്കാൾ ഇനി നല്ലൊരാൾ എനിക്ക് ആരെ കിട്ടും എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് അള്ളാഹു എന്ത് ചെയ്ത് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയത്. നിങ്ങള് അപ്പൊ നമ്മൾ ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ്. അപ്പോ നമ്മുടെ ബന്ധുക്കൾ മരിക്കുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പടച്ചവൻ എനിക്ക് ക്ഷമയെ തരണേ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് തരണേ എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാണ്, അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയാണ്. കാരണം മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഇമാം നവവി റഹ്മഹുല്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയാണ്, ഫീഹി അന്നദുബു ഇലാ ഖൗലിൽ ഖൈരി ഹീനഇദിൻ മിനദ് ദുആഇ വൽ ഇസ്തിഗ്ഫാരി ലഹു. ഈ സന്ദർഭങ്ങളിൽ നല്ല വാക്കുകൾ പറയലും അതുപോലെ ദുആ ചെയ്യലും പ്രാർത്ഥിക്കലും സുന്നത്താണ് എന്നറിയിക്കുന്നു. അദ്ദേഹത്തിന് ആ രോഗം മരണമാസന്നമായിട്ടുള്ള രോഗിയായി കിടക്കുന്ന ആൾക്ക് അള്ളാഹു ദയ കാണിക്കുന്നതിനും ആശ്വാസം നൽകാനും പാപമോചനത്തിനും പ്രാർത്ഥന പോലുള്ള സദ്വചനങ്ങൾ പറയൽ സുന്നത്താണ് എന്ന് ഇമാം നവവി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മലക്കുകൾ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുകൂടി ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സഹോദരന്മാരെ, മരണമാസന്നമാകുക എന്ന് പറഞ്ഞാൽ ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സമയമാണ്. ദുനിയാവിൽ നമ്മൾ ജനിച്ച മുതലേ നമ്മളെ വഴിവഴപ്പിക്കാനും നമ്മളെ പിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് രീതിയാണ് ആരത്? ശൈത്താന്റേത്. എന്നാൽ മരണസമയത്ത് പിശാച് അതിന് കൂടുതൽ എന്ത് ചെയ്യും? ശക്തമായിട്ട് അതിന് പ്രയത്നിക്കുന്നതാണ്. ഇവൻ ഇനി അവസാനപ്പെടുത്തം പിടിക്കുക എന്നുള്ള നിലക്ക് പിശാച് വളരെയധികം ആ മരണ വെപ്രാളത്തിന്റെ സമയത്ത് അവൻ എന്ത് ചെയ്യും? പിശാച് നമ്മളെ ആ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ മരണ വെപ്രാളവും അതുമായി ബന്ധപ്പെട്ടതൊക്കെ എല്ലാ ആളുകൾക്കും അത് ഉണ്ടാവുന്നതാണ്. അതിൽ നിന്ന് ആരും ഒഴിവല്ല എന്നാണ് പിന്നെ സലഫുകൾ എഴുതി വെച്ചിട്ടുള്ളത്. മരണവെപ്രാളത്തിന് ആരും ഒഴിവല്ല. ഓരോ നിസ്കാരത്തിന്റെ അവസാനം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന അതുകൊണ്ടാണ്. അത്തഹിയ്യാത്തിൽ നമ്മൾ അവസാനമായിട്ട് പറയുന്ന 4 കാര്യല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. 4 കാര്യങ്ങളാണ്. ഈ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതകാലത്തെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മരണത്തിലെ ഫിത്ന, ആ മരണത്തിലെ ഫിത്ന എന്ന് പറയുന്നതിന് 2 വ്യാഖ്യാനാണ് മുഫസ്സിറുകൾ നൽകിയത്.
ഒന്ന് തക്കൂനു ഇൻദൽ മൗത്ത്, മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്ന, പിന്നൊന്ന് ബഅദൽ മൗത്ത്, മരിച്ച ശേഷമുള്ള ഫിത്ന. ഈ രണ്ട് ഫിത്നകളും വളരെ ഭയാനകമായിട്ടുള്ള ഫിത്നകളാണ്. മരിക്കുമ്പോഴുണ്ടാകുന്ന ഫിത്ന വളരെ പ്രയാസകരമായിരിക്കുന്നതാണ്. കാരണം ഒരാള് മരണത്തോടു കൂടി അയാളുടെ ദുനിയാവിൽ അയാൾക്ക് ചെയ്യാവുന്ന ഇബാദത്തുകൾ, കർമ്മങ്ങളൊക്കെ നിലച്ചു പോവുകയാണ്. എന്നിട്ട് പിന്നീട് ഒന്നുകിൽ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പിന്നെ ദൗർഭാഗ്യവാനായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ആ സമയത്ത് മനുഷ്യനെ, മരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലും നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പിശാച് കഠിനമായിട്ട് ശ്രമിക്കുന്നതാണ്. അത് ആ ശക്തമായിട്ട് പ്രയാസപ്പെടുത്തും, മനുഷ്യനെ വല്ലാത്ത പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ദാഹം, നമുക്ക് മരിക്കുന്ന സമയത്ത് ദാഹം സഹിക്കാൻ വയ്യാതെ വളരെ അതിശക്തമായ ദാഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ദാഹം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അവർക്ക് വെള്ളം കൊടുക്കണം എന്നാണ്. ദാഹം ഉണ്ടാവുമ്പോ നമുക്ക് തൊണ്ട വറ്റിയിട്ട് കലിമത്ത് ഷഹാദ ഉച്ചരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വരെ കഴിയാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് അല്ലാമ ഷറഫുദ്ദീനുൽ ഹജാവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മുസ്തഖ്നിയിൽ എടുത്തു പറയുന്നുണ്ട്, എന്ത് വ ഇദാ നുസില ബിഹി എന്ന് പറഞ്ഞാല് അവന് മരണം ആസന്നമായി കഴിഞ്ഞാൽ സുന്നത ആഖുദു ബല്ലി ഹൽഖിഹി ബിമാഇൻ ഔ ശറാബിൻ, അവന്റെ തൊണ്ട നനക്കുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള മറ്റു പാനീയങ്ങൾ കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് ഷറഫുദ്ദീൻ ഹജാവി റഹ്മത്തുള്ളാഹി എഴുതുകയാണ്. പറഞ്ഞപ്പോ വെള്ളം കൊടുക്കണം, കഴിയുന്നതും വെള്ളം അവർക്ക് കൊടുക്കണം. വെള്ളം കൊടുത്താൽ മാത്രം പോരാ, അതിന് അല്ലാമ ശങ്കൈത്ത് റഹ്മത്തുള്ളാഹി ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹത്താ യസ്ഹുല അലൈഹിൻ നുത്ഖു ബിഹാദിഹിൽ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ അവന് ഉച്ചരിക്കാൻ എളുപ്പമാകുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, വെള്ളം കൊടുക്കണം. നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ വിഷയമല്ല, കൊടുക്കണം എന്നാണ് അവിടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. മാത്രമല്ല തൊണ്ടയിൽ വെള്ളം കുടിപ്പിക്കുന്നതോടൊപ്പം അവിടുന്ന് പറയുന്നത് ഒരു പഞ്ഞി, പരുത്തി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നനച്ച് തൊണ്ട നനച്ചു കൊടുക്കണം. വെള്ളം കുടിച്ചാലും തൊണ്ട വരണ്ടിട്ടുണ്ടാവും. അപ്പോ തൊണ്ട നനച്ചു കൊടുക്കലും സുന്നത്താണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവര് അല്ലാമ ഷറഫുദ്ദീൻ ഹജാവി റഹ്മത്തുള്ളാഹി എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കണം, നമ്മൾ ആദ്യം പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി മരിച്ചു കഴിഞ്ഞാൽ, റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സർവശക്തനായ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.